കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർഷകദ്രോഹ നടപടിക്കെതിരെ കർഷക കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. വില യഥാസമയം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു നടപടിയും കൈക്കൊള്ളാതെ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെതിരെ പ്രതിഷേധത്തിന്റെ ശബ്ദമായി കർഷക കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ സൂചകമായിട്ടുള്ള മാർച്ച്. താങ്ങുവില വർധനവ് പരിഗണിക്കാമെന്ന ഉറപ്പ് പാലിക്കുക, രാസവള സബ്സിഡി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി നിരക്ക് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ കർഷകദ്രോഹ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ കർഷകർ കഷ്ടത്തിലാകുമെന്നും അവരെ സഹായിക്കണമെന്നും തങ്കപ്പൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങളറിയാം, 1 കിലോ ഉണ്ടാക്കാവുന്ന നെല്ല് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവന്റെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, അവന്റെ റിസ്ക് അതിനേക്കാളേറെ അറിയാം. ഇന്ന് ഞാറ് പാകിയാൽ ആ ഞാറ് ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പന്നി ഉടച്ച ഞാറില്ലാണ്ടാവുകയാണ്. അപ്പൊ ഞാറ് പാകുമ്പോൾ അന്ന് തൊട്ട് അവൻ വിളവെടുക്കുന്ന നാള് വരെ ആ കൃഷിയുടെ വരമ്പത്ത് തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ ആ കൃഷി ഒന്നില്ലെങ്കിൽ മഴ കൊണ്ടുപോകും, അല്ലെങ്കിൽ പന്നി കൊണ്ടുപോകും. ഇവിടെ അതുകൊണ്ട് ആന വരുന്നില്ല, മറ്റു പ്രദേശം ആന വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ 14 പേരെയാണ് ആന കർഷകരെ ചവിട്ടിക്കുന്നത്. ഒരു മിണ്ടാട്ടുമില്ല ഗവൺമെന്റും അധികാരികൾ വർഗത്തിൻ്റെതും. ഞാനിപ്പോ സംസാരിക്കുന്നത് എവിടെയാ? ചിറ്റൂർ മേഖലയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു സംശയം വേണ്ട, ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി എന്ന് ഞാൻ തെറ്റിദ്ധാരണയോടുകൂടി പ്രതീക്ഷയോട് കണ്ടുള്ള മന്ത്രിയായിരുന്നു കൃഷ്ണൻകുട്ടി. അദ്ദേഹം ഒരു കാലത്ത് കർഷകർ വേണ്ടി നിന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ലേഖനം കണ്ടാൽ തോന്നും ഇദ്ദേഹമാണ് കർഷകത്തിന്റെ മന്ത്രിയായാൽ ഇദ്ദേഹം കർഷകരെ കൂടി രക്ഷിച്ചു കാണും എന്ന് പ്രതീക്ഷിച്ചു. അദ്ദേഹം മാത്രം വലിയ കോളങ്ങളാണ്, ഒരു കോളമല്ല, ഒരു ഭാഗം മുഴുവൻ എഴുതി. അതിൽ ഒന്നുകൂടി എഴുതി, കർഷകരുടെ മക്കൾക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പോലും അദ്ദേഹം എഴുതി. പക്ഷേ അങ്ങനെ കർഷകരുടെ വേദന കുറയുന്ന കൃഷ്ണൻകുട്ടിയുടെ പ്രതിദാനം ചെയ്യുന്ന ഈ ചിറ്റൂര് ഇങ്ങനെ സമരം ചെയ്യുമ്പോൾ അദ്ദേഹം ഇടപെടണം. അദ്ദേഹം ചിറ്റൂരിൽ മാത്രമല്ല ഇടപെടുന്നത്, ഇവിടെ കർഷകരെ കുറിച്ച് ശബ്ദിക്കും എന്ന് ഇന്നലെ പറഞ്ഞ കൃഷ്ണൻകുട്ടി ഇന്നെന്തുകൊണ്ട് പറയുന്നില്ല? കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, DCC സെക്രട്ടറിമാരായ KC പ്രീത്, തനികാചലം, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു, ഗോപാലസ്വാമി, ഉണ്ണികൃഷ്ണൻ, നാരായണസ്വാമി, N കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.